നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂരിൽ ഡെങ്കിപ്പനി. 3 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നഗരസഭ. അഷ്ടമുടിക്കായലിന് മരണമണി മുഴങ്ങുന്നു. മാലിന്യം നിറയുന്നതാണ് അഷ്ടമുടിക്കായലിന്റെ ജീവനെ ഇല്ലാതാക്കുന്നത്. രാത്രിയുടെ മറവിൽ വൻതോതിൽ കായലിലേക്ക് മാലിന്യം തള്ളുന്നു. അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളും നടപടികളും വേണമെന്ന് സി അജയ് പ്രസാദ് MLA. വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയണമെന്ന് MLA. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഉറപ്പ്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AIYF മാർച്ച്. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂരിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നഗരസഭ. 3 പേർക്കാണ് നഗരത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. കൊതുകുകളെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നഗരസഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുനലൂരിലാണ് 3 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാനുള്ള സാധ്യത പരിഗണിച്ച വെക്ടർ കൺട്രോൾ വിഭാഗം പ്രതിനിധികളുടെയും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും ആശാ പ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗം നഗരസഭ വിളിച്ചു ചേർത്തു. മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ കത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവര് നമ്മള് ചിരട്ട കമത്താൻ പറഞ്ഞാലും അവര് ഈ കമത്തത്തില്ല. കാരണം ചിരട്ട മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റബ്ബർ ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കാട് NH-ന്റെ 2 സൈഡും ഭയങ്കര കാട് കയറിക്കളി. ഈ കലയനാട് മുതൽ 2 ക്ഷേത്രഗിരി വരെ നല്ല കാടിന്റെ സാധ്യതയുണ്ട്. അപ്പൊ കൊതുക് നശിക്കുന്നത്. അതുപോലെ തന്നെ കൈത, അവിടെ ഈ താമരപ്പള്ളി വാർഡില് കൈത വെക്കുന്ന ഒരു സംവിധാനം അമ്പലത്തിന്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജനവാസ മേഖലയിൽ നിന്നും ഒഴിച്ചു മാറ്റി അത് വെക്കാനുള്ള ഒരു സംവിധാനം അവരതിന്റെ മുതലാളി ആരാന്ന് വെച്ചാല് അവരെ കണ്ട് പറയാനുള്ള ഇത് എനിക്ക് എന്റെ അടുത്തും അവര് പറഞ്ഞിരുന്നു. താമരപ്പള്ളി വാർഡിന്റെ കൗൺസിലർക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ശ്രദ്ധപ്പെടുത്തേണ്ടത് നമ്മളുടെ ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള പരിശീലനത്തിനായിട്ടുള്ള ആളുകൾ കത്ത് കൊടുത്തിട്ടില്ലേ? ഉണ്ടോ? എല്ലാവരും അല്ല എന്ന് നമ്മൾ പറഞ്ഞ അതിൽ താല്പര്യമുള്ളവർ അതിന് പ്രായോഗികമാക്കി എടുക്കണം. നമുക്ക് വെള്ളം എടുത്ത് അത് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് അതിവേഗം പ്രജാരോട് പറഞ്ഞവർ ചെയ്യാം. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പിന്നീട് ഡിക്ലെയർ ചെയ്യാം, അതിലേക്ക് പോവാം. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളാണ്. ഒന്ന്, സോഴ്സ് റിഡക്ഷന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കുന്നു. 2, കിണർ കോമ്പിനേഷൻ ആവശ്യമായ തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കുന്നു. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. അപ്പൊ വവ്വാലിന്റെയൊക്കെ കേസ് നമ്മുടെയൊക്കെ ശ്രദ്ധയപ്പെട്ടപ്പോ അപ്പം നമ്മൾ ആക്ട് ചെയ്തിരുന്നു. അത് പിന്നെ ഈ 3 വ്യത്യസ്ത വെറ്റിനറി അല്ലാത്ത ഇത് പിന്നെ ഫോറസ്റ്റിൽ നിന്നുള്ള ഒരു ടീം വന്ന് ആ സാധനത്തെ എടുത്തെടുത്തോണ്ട് പോയി. അപ്പോ അതിലെ 2 കാര്യങ്ങളാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ നിപ്പ വൈറസ് ക്യാരി ചെയ്യുന്ന വവ്വാലുകൾ അതുകൊണ്ട് മരിച്ചു വീഴത്തില്ല. ഈ പിന്നെ വവ്വാലുകൾ പല കാരണം കൊണ്ട് ചത്തേക്കാം. പക്ഷെ നിപ്പ ഉള്ളിലുള്ള വൈറസുകൾ അത് ക്യാരിയർ മാത്രമാണ്. ഇതാണ് വെറ്റിനറി ഡോക്ടർമാർ പറഞ്ഞത്. വെക്ടർ കൺട്രോൾ വിഭാഗം നഗരസഭാ മേഖലയിൽ പരിശോധനയും നടത്തി. നഗരപ്രദേശത്തെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്താൻ യോഗം തീരുമാനിച്ചു. മഴ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. കൊതുക് വളർത്താനുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാൻ റബ്ബർ കൈത കർഷകർക്ക് കർശന നിർദ്ദേശം നൽകും. സ്വകാര്യ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കാൻ സ്ഥല ഉടമകൾക്ക് നിർദ്ദേശം നൽകാനും തീരുമാനമായി. നഗരപ്രദേശത്തെ കിണറുകളിലെ വെള്ളം പരിശോധിക്കുന്നതിന് പ്രത്യേകം സംവിധാനം ഒരുക്കും. പൊതുസ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും.
ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാതിരിക്കാനുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ പറഞ്ഞു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുഭാഷ് ജി നാഥ്, അനിത, കൗൺസിലർമാരായ ടി.എസ്. ഷൈൻ, ഫാത്തിമ, സുധർമ്മ, വെക്ടർ കൺട്രോൾ വിഭാഗം പ്രതിനിധി ജ്യോതി, ക്ലീൻ സിറ്റി മാനേജർ കെ. ജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AIYF പ്രവർത്തകർ മാർച്ച് നടത്തി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് AIYF കൊല്ലം ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചിന്നക്കട MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. വിനോദ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ കമ്പനികളിൽ 115 രൂപ 14 രൂപ തോന്നുംപടി മേടിക്കുമ്പോൾ ഒരു പുസ്തക മുതലാളി കമ്പനി ഈ രാജ്യത്ത് മേടിക്കുന്നത് 5 രൂപ ഒറ്റയടിക്ക് ഒരു പെട്രോളിന്റെ 1 ലിറ്ററിന് വർദ്ധിച്ചാൽ ആ വില മേടിക്കുകയാണ്. ഇതെങ്ങനെ നടത്താൻ സാധിക്കും? ഈ രാജ്യത്ത് ഓരോ കമ്പനികൾക്ക് അവർക്ക് തോന്നുന്ന തരത്തിൽ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള അവസരം കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് ഈ രാജ്യത്ത് സാമാന്യ ജനവിഭാഗത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. അവരെ പട്ടിണിയിലേക്കും പരിപട്ടത്തിലേക്കും ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് AIYF അതിശക്തമായി ആവശ്യപ്പെടുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാര നിയന്ത്രണം തിരിച്ച് സർക്കാരിൽ നിക്ഷിപ്തമാക്കാനുള്ള നടപടി നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം സ്വദേശ വിദേശ കുത്തക മുതലാളിമാർ അവർ തോന്നുന്ന തരത്തിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും. ആ വില വർധനവ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താങ്ങാനൊക്കാത്ത നിലയിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിനീത, സെക്രട്ടറി TS. നിതീഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GS. ശ്രീരശ്മി, R. ഷംനാൽ, U. കണ്ണൻ, ശ്രീജിത്ത് സുദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളും നടപടികളും വേണമെന്ന് C. അജയ് പ്രസാദ് MLA. മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചേർന്ന വനമേഖല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ MLA-മാരുടെ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയണമെന്ന് MLA ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വനമേഖലയോട് ചേർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളും നടപടികളും സ്വീകരിക്കണമെന്ന് C. അജയ് പ്രസാദ് MLA ആവശ്യപ്പെട്ടു. മന്ത്രി ഷിബു ബേബി ജോണിന്റെ സാന്നിധ്യത്തിൽ വനമേഖല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ MLA-മാരുടെ യോഗം ചേർന്നപ്പോഴാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തമിഴ്നാടുമായി പങ്കുവയ്ക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഒരുപാട് തോട്ടത്തൊഴിലാളികൾക്ക് മന്ത്രിക്ക് അറിയാമായിരുന്നു. അപ്പൊ ആ നിലയിൽ ഉള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ മന്ത്രിമാർ വേണുകാലങ്ങളിലെ മന്ത്രി MLA തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഫണ്ടെല്ലാം ഉപയോഗിച്ച് കുറച്ച് ഫെൻസിങ്ങും സംഘവും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം പോയി. അതിനുശേഷം പഞ്ചായത്തോട് ഉപയോഗിച്ച് ആരെ ഏറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് തൊഴിലുറപ്പ് വരെ വെച്ചെടുക്കുന്നു. അതും ഫലപ്രദമാകും. അങ്ങനെ എല്ലാ തരത്തിലും അല്ലാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള പഞ്ചായത്തുകളെയും MLA തമിഴ്നാടുമായി വനാതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് പുനലൂർ. ഈ മേഖലയിൽ ധാരാളം തോട്ടം തൊഴിലാളികളും കർഷകരും സാധാരണക്കാരുമുണ്ട്. ഇവർക്ക് ഭയരഹിതമായി താമസിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. പുനലൂർ നഗരസഭയിൽ പുലിയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ളതായി സംശയിച്ച് ജനങ്ങൾ ആശങ്കയിലാണ്. മുൻകാലങ്ങളിൽ ആനകൾ വരാതിരിക്കുന്നതിന് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ലെന്നും MLA ചൂണ്ടിക്കാട്ടി. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനായി ഇടപെടലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകുമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. 3 മാസത്തിനകം കൃഷിയിടങ്ങളിലും മനുഷ്യ ആവാസ കേന്ദ്രങ്ങളിലും നശീകരണം നടത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്ന നടപടികൾ വേഗത്തിലാക്കും. മനുഷ്യരും വന്യജീവികളും തമ്മിൽ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷം ഒഴിവാക്കുന്നതിന് MLA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുമായി കൂടിയാലോചന നടത്തി ക്രിയാത്മകമായ ഇടപെടലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചതായി C. അജയ് പ്രസാദ് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
പുനലൂർ. ചാത്തന്നൂർ ജംഗ്ഷനിൽ മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി യുവാക്കൾ ഏറ്റുമുട്ടി. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാത്തന്നൂർ ജംഗ്ഷനെ മണിക്കൂറുകളോളം ഭീതിയുടെ നിഴലിലാഴ്ത്തിയാണ് മദ്യപ സംഘം അഴിഞ്ഞാടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലും സംഘർഷത്തിലും കലാശിച്ചത്. സംഭവത്തിൽ ആദിച്ചനല്ലൂർ സ്വദേശി രാഹുൽ കൃഷ്ണ, ചാത്തന്നൂർ കിണറ്റിൽമുക്ക് സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു. ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് സമീപത്തെ ഹോട്ടൽ കയറിയ ഇവർ ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തിയത്. രോഗിയായ ഡ്രൈവർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റം തടയാൻ ശ്രമിച്ച തൊഴിലാളികൾക്കും മർദ്ദനമേറ്റു. നിരവധി കേസുകളിൽ പ്രതികളായ യുവാക്കളുടെ പശ്ചാത്തലം അറിയാമായിരുന്നതിനാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരുടെ ഓട്ടം പോകാൻ വിമുഖത കാണിച്ചു. ഇതിൽ പ്രകോപിതരായാണ് യുവാക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ഇത് കണ്ട് ഓടിയെത്തിയ മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ യുവാക്കളെ ശാന്തരാക്കാനും സംഭവ സ്ഥലത്ത് നിന്നും പറഞ്ഞുവിടാനും ശ്രമിച്ചെങ്കിലും ഇവർ കൂടുതൽ അക്രമാസക്തരാവുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചാത്തന്നൂർ പോലീസിന് നേരെയും യുവാക്കൾ തിരിഞ്ഞു. യുവാക്കളെ ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ച പോലീസുകാരെ പരസ്യമായി വെല്ലുവിളിക്കുകയും ആക്രമിക്കാൻ മുതിരുകയും ചെയ്തു. ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ഒടുവിലാണ് ഇരുവരെയും പോലീസ് ജീപ്പിൽ കയറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പുനലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പവർ ഹൗസ് വാർഡിൽ നടത്തി. നല്ല കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയോടൊത്ത് നല്ല കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പരിസ്ഥിതി ദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ പുനലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പുനലൂർ സൗത്ത് മേഖലയിലെ പവർ ഹൗസ് യൂണിറ്റിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സഖാക്കളെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഭൂമിയിൽ എത്ര കാലം ജൈവ വ്യവസ്ഥ നിലനിൽക്കും എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. ജൻസി മാത്രമല്ല, നമുക്കിപ്പം ലോകം നമ്മൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോക പ്രശസ്തനായിട്ടുള്ള ഭൗമശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥ മാനവരാശി ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് 200 വർഷം കൂടി ജീവിക്കാനുള്ള ഒരു സംവിധാനമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ. അത് ചെറിയൊരു കാര്യമല്ല. ആഗോള താപനം ഒരു വലിയ ഭീഷണിയായിട്ട് നമ്മുടെ മുന്നിൽ വളരെ നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ, ജനുവരി, മാർച്ച്, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി, സാധാരണ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ചൂടാണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെമ്പാടും ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം തന്നെ നമ്മുടെ മാനവരാശിയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് പര്യാപ്തമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് സുജിൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എബി ഷൈനു, ട്രഷറർ സെബാസ്റ്റ്യൻ, സൗത്ത് മേഖലാ പ്രസിഡന്റ് പ്രലോഭ് കുമാർ, സെക്രട്ടറി അജിത്ത, ബാലാജി, ബി പ്രകാശ്, ടൈറ്റസ് ലൂക്കോസ്, ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഷ്ടമുടി കായലിന് മരണമണി മുഴങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. മാലിന്യം നിറയുന്നതാണ് അഷ്ടമുടി കായലിന്റെ ജീവനെ ഇല്ലാതാക്കുന്നത്. രാത്രിയുടെ മറവിൽ വൻതോതിൽ കായലിലേക്ക് മാലിന്യം തള്ളുന്നു. പരിസ്ഥിതി ദിനങ്ങൾ വെറും ആചരണങ്ങൾ മാത്രമായി മാറുമ്പോൾ അഷ്ടമുടി കായലിനും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് അഷ്ടമുടി. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടമെന്നും അഷ്ടമുടി കായൽ അറിയപ്പെടുന്നു.
അഷ്ടമുടിയുടെ ഓളപ്പരപ്പിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയും സി അഷ്ടമുടി പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോട്ട് സർവീസുകളും സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് നൽകുന്നത്. കായലിലെ 8 ചെറുദ്വീപുകളുടെ സമൂഹമായ മൺട്രോത്തുരുത്ത് ബോട്ട് സവാരിക്കും ഇവിടെ കണ്ടൽക്കാടുകൾ കാണാനും ഏറെ ആളുകളാണ് എത്തുന്നത്. രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടമായി 2002 കായലിനെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ കായലിനെ നവീകരിക്കാനായി കോടികൾ ഇതുവരെ ചെലവഴിക്കുകയും ചെയ്തു. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കായലിലെ മാലിന്യം നീക്കം ചെയ്യുകയും ആഴം കൂട്ടുന്ന നടപടികൾ നടത്തുന്നുണ്ടെങ്കിലും കായൽ നശിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. മനുഷ്യവിസർജ്യവും വീടുകളിലെ മാലിന്യവും മുടികളും തുണികളുമെല്ലാം രാത്രിയുടെ മറവിൽ കായലിലേക്ക് തള്ളുകയാണ്. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേരിൽ നാട് മുഴുവൻ പ്രചാരണം നടത്തി കായലിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ വരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചു. എന്നാൽ ഇവിടെയെല്ലാം കാടുമൂടി. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോഴും അഷ്ടമുടി ജീവനു വേണ്ടി വിലപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബ്യൂറോ, കൊല്ലം. KSRTC ബസ് ജീവനക്കാർ യാത്രക്കാരിക്ക് രക്ഷകരായി. പത്തനാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാരിക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ്സിൽ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത വീട്ടമ്മയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ ഡ്രൈവർ ബസ് ഓടിച്ച് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വീട്ടമ്മയ്ക്ക് വൈദ്യസഹായം നൽകി. ഇവർ അപകടനില തരണം ചെയ്തു. പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിലായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കായിക മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനമായ ഒളിമ്പിക് ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ആസ്ഥാനമായ ഒളിമ്പിക് ഭവൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്പോർട്സ് കൗൺസിലിന് 43 സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 33 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ബാനറിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എത്രത്തോളം പ്രാധാന്യമാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്നത് ഞാനടക്കമുള്ള ഓരോരുത്തരും മനസ്സിലാക്കിയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കേരളത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് വന്നു. ഗവൺമെന്റ് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളിൽ കായിക കേരളവും എഴുതുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞിരുന്നുണ്ട്. പക്ഷെ അതിന് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നാളെ നോക്കുമ്പോൾ സർക്കസ് ഒരു പണിയുണ്ട്. നമുക്കതെല്ലാം റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മുടെ കൊല്ലത്തിനും കായിക ഇനങ്ങളിൽ ഗെയിംസ് ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ പരമാവധി സഹായം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് നാടിൻ്റെ അഭിമാനമായി നാടിനെ ഒരു മുതൽക്കൂട്ടായി വളർത്തണം. എല്ലാ സ്പോർട്സിനെയും ഗെയിംസിനെയും നമുക്ക് വളർത്തിയെടുക്കാം. കൊല്ലത്ത് നിന്ന് ജയിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മേഖലയിൽ എന്നെ കൊണ്ടാവുമെന്നുള്ള പിന്തുണയും ഈ കൊല്ലത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അടക്കം കൊല്ലത്തെ ഒളിമ്പിക് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാ സംഘടനകളും നൽകണമെന്ന് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷിബു പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി, മേയർ AK ഹഫീസ്, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ, കൗൺസിലർ പ്രവീൺ കുമാർ, സെക്രട്ടറി R ജയകൃഷ്ണൻ, S വിജയൻ, K രാമഭദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി 23-ന് വിപുലമായ പരിപാടികൾ ഒരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇതിന് മുന്നോടിയായുള്ള യോഗം 9-ന് വൈകിട്ട് 3-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം പന്മനയിൽ നടത്തി. പുത്തൻചന്ത ആണുവേലിൽ UP സ്കൂളിലായിരുന്നു പരിപാടി. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് കരുനാഗപ്പള്ളി പന്മനയിൽ നടത്തിയത്. പുത്തൻചന്ത ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ജില്ലാതല ഉദ്ഘാടനം. കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പം നമ്മളെല്ലാവരും തീർച്ചയായും ഇത്തരം പരിസ്ഥിതി, അതുകൊണ്ട് തന്നെയാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്നത്തെ ദിവസം ഈ ബാങ്കുകാരും അതുപോലെ സഹകരണ യൂണിയനും സർക്കിൾ യൂണിയനും എല്ലാവരും കൂടെ ചേർന്ന് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഒരു തീർച്ചയായും നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയം. അപകടത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്, നമ്മുടെ നാട് തകർന്നു പോകും എന്നൊരു ചിന്തയില്ലെങ്കിൽ ഇത് അപകടത്തിൽ ചെന്നെത്തുമെന്നൊരു സംശയമാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം തന്നെ വല്ലാതെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒരു പ്രതീക്ഷിക്കുന്നതനുസരിച്ച്. ഇപ്പോഴത്തെ ശരിക്കും സാറ്റലൈറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കാലാവസ്ഥാ നിരീക്ഷകർ കാലാവസ്ഥയിൽ ഇന്ന മാറ്റങ്ങൾ നാളെ ഉണ്ടാകും മറ്റന്നാളുണ്ടാകും എന്ന് പറയുന്നത്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ സാഹചര്യത്തിനനുസരിച്ച് പറയാൻ കഴിയുന്നു. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതുപോലും കൃത്യനിഷ്ഠയോടെ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത്ര വലിയ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള യോഗങ്ങളിൽ ബോധവൽക്കരണം നടത്താനും പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനും സർക്കാരുകൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണം നമ്മുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തിരിച്ചും ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് ബിന്ദു G അധ്യക്ഷത വഹിച്ചു. ചവറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോലത്ത് വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വസന്തൻ, ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KC രാജൻ എന്നിവർ വൃക്ഷത്തൈ നടീൽ നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ IJ ലക്ഷ്മി, R അരുൺരാജ്, കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ K, അസിസ്റ്റന്റ് രജിസ്ട്രാർ JR ഓഫീസ് കൊല്ലം സജിത്ത്, ആണുവേലിൽ UP സ്കൂൾ പ്രഥമാധ്യാപിക M റഷിയത്ത് ബീബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. തകർന്ന റോഡിൽ വാഴനട്ട് പ്രതിഷേധം. പരവൂർ 26-ാം വാർഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതേ തുടർന്നാണ് വാഴനട്ട് പ്രതിഷേധിച്ചത്. തകർന്ന റോഡിൽ വാഴനട്ടായിരുന്നു വ്യാപാരികളും പ്രദേശവാസികളും പ്രതിഷേധിച്ചത്. പരവൂർ നഗരസഭയിലെ 26-ാം വാർഡിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡിൽ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. തകർന്നു കിടക്കുന്ന റോഡിനെതിരെ നിരവധി പരാതികൾ നഗരസഭയ്ക്കും കൗൺസിലർക്കും നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് വ്യാപാരികളും പ്രദേശവാസികളും പറയുന്നു. വ്യാപാരികൾക്കാകട്ടെ പലപ്പോഴും കടകൾ വെള്ളക്കെട്ട് മൂലം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം കടകൾക്കുള്ളിലേക്ക് തെറിച്ചു വീഴുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂരിൽ ഡെങ്കിപ്പനി. 3 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നഗരസഭ. അഷ്ടമുടിക്കായലിന് മരണമണി മുഴങ്ങുന്നു. മാലിന്യം നിറയുന്നതാണ് അഷ്ടമുടിക്കായലിന്റെ ജീവനെ ഇല്ലാതാക്കുന്നത്. രാത്രിയുടെ മറവിൽ വൻതോതിൽ കായലിലേക്ക് മാലിന്യം തള്ളുന്നു. അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ പദ്ധതികളും നടപടികളും വേണമെന്ന് C അജയ് പ്രസാദ് MLA. വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയണമെന്ന് MLA. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഉറപ്പ്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AIYF മാർച്ച്. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.